ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വാട്ട് ഐ പാക്ഡ് ഫോർ മൈ ഹസ്ബൻഡ്സ് ടുമോറോസ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച്. സോ ഇതെല്ലാം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തത്. ഞാൻ എന്തിനാ അറിയാം, ഇവിടെ കുനിഞ്ഞ് നിൽക്കുന്ന ഇവിടെ വെക്കാൻ എനിക്ക് സ്ഥലമില്ല ഗൈസ് ഈ കിച്ചണിൽ. സോ ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. സോ എനിക്കിങ്ങനെ കുറച്ച് കുനിയേണ്ട ആവശ്യമുണ്ട്. സോ എന്തൊക്കെയാണ് ഞാൻ നാളത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊടുക്കുന്നതിനാണ് കേട്ടോ. അതിനിടയ്ക്ക് ഒരാൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. കണ്ടോ, എന്നെ ഇങ്ങനെ അടിച്ചിട്ട് ഓടാൻ. ഓടടി ഇനി ഞാനിപ്പോ ഓടിക്കട്ടെ. അങ്ങനെ ഡിജോ ഇപ്പം നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് തിന്നാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് കൊടുക്കുവാണ് ഡിജോ. ആ സമയത്ത് ഞാനിത് പാക്ക് ചെയ്യുമായിരുന്നു. സോ ഏറ്റവും മെയിനായിട്ടും നമ്മൾ രാവിലെ എഴുന്നേക്കാറില്ല. ലൈക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പം ഡിജോ പോകും. സോ നമ്മൾ നേരത്തെ രാത്രിയിൽ ലേറ്റായിട്ടാണ് കിടക്കുന്നത്. അത്യാവശ്യം ഒരു 10 മണിയൊക്കെ ആകുമ്പം മാക്സിമം 10-11 ആ ഒരു സമയത്തേക്ക് ഉറങ്ങാൻ നോക്കും, കിടക്കാനെല്ലാം കഴിഞ്ഞിട്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനം ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കും. പിന്നെ ലഞ്ച് നമ്മൾ ഓൾറെഡി എന്താണ് ഒരു 3-4 ഡേയ്സ് അല്ലെങ്കിൽ 1 വീക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഫുഡ് പെട്ടെന്ന് നമ്മൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കി വെക്കും. ആ ഒരാഴ്ചത്തെ അങ്ങനെയൊക്കെയാണ് എന്താണ് ചെയ്യുന്നത്. സോ നമ്മൾ എന്തൊക്കെയാണ് നാളത്തേക്ക് എന്ന് നോക്കാം. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടു കാണും. നമ്മൾ കഴിച്ച അതൊക്കെ തന്നെയാണ്. കാരണം ഒത്തിരി പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതാണ് പൊറോട്ട. അതിനകത്ത് പൊറോട്ട വെച്ചിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജ് വെക്കത്തില്ല. ഇത് പിന്നെ മറ്റേ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തണുത്തിട്ടൊക്കെ ഫ്രിഡ്ജ് വെച്ചാൽ പിന്നെ മറ്റേ എന്താണ് ഒടിച്ച് പപ്പടം പോലെ ആയിപ്പോവും. സോ അതുകൊണ്ട് അത് കാസറോളിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ രാവിലെ കഴിക്കുന്നത് ഗ്രേപ്സ് ആണ്. ഗ്രേപ്സും ഒരു എന്തുവിന് പറയുന്നത് ഉപ്പിലിട്ട പിക്കിള്, മറ്റേ ഉപ്പിലിട്ട കുക്കുംബർ. അപ്പോൾ നോക്കട്ടെ, ഇതാ ഈ സംഭവം. പിന്നെ അതിനകത്തുനിന്ന് ഇത് ഭയങ്കര ഉപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിത് ഒരെണ്ണം എടുത്തിട്ട്, ഇത് അത്യാവശ്യം വലിയ സൈസും ഉണ്ട്. അപ്പം ഞാനിത് ഒരെണ്ണം എടുത്തിട്ട് പിന്നെ പകുതി ഡിജോയ്ക്ക് കൊടുക്കും രാത്രിക്ക് കഴിക്കുന്ന സമയത്ത്. അങ്ങനെ. അപ്പം അത് കഴിഞ്ഞിട്ട് മുട്ടയും ഞങ്ങൾ 1-2 ദിവസത്തേക്ക് പുഴുങ്ങി വെക്കും. അപ്പം ഈ ഒരു മുട്ട, പിന്നെ ഡിജോ അവിടെ നിന്ന് കോഫി ഉണ്ടാക്കി കുടിക്കും. അപ്പം ഇത്രയൊക്കെയാണ് രാവിലെ. ഇതൊക്കെ തന്നെ ആയിരിക്കും ഞാനും കഴിക്കുന്നത്. പിന്നെ എൻ്റെ പൊറോട്ട ഞാൻ രാവിലെ ഉണ്ടാക്കും. അങ്ങനെ എൻ്റെ സോസേജൊക്കെ ചിലപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ കൂടെ ഉണ്ടാക്കും. ഇപ്പം ഇന്ന് രാത്രി ഉണ്ടാക്കിയതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കി. അതാകുമ്പോൾ രാവിലെ എടുത്ത് ഡീപ് ഫ്രീസ് ചെയ്ത് പിന്നെ ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ചിലപ്പം കാണത്തില്ല. കുറച്ച് ലേറ്റായിട്ടൊക്കെ ആയിരിക്കും രാവിലെ എഴുന്നേൽക്കുന്നത്, കുക്കിയൊക്കെ ഉള്ളത് കാരണം. പിന്നെ ഉച്ചക്കലത്തെ എന്തൊക്കെയാണെന്ന് പറയാം. ഇവിടെ എന്തൊക്കെയോ അയ്യോ അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് അടിക്കുന്നുണ്ട് ഡോർ. ഓക്കെ, എൻ്റെ കൂടെ സോറി, ഞാൻ സോസേജ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. സോറി, ബീഫ് ഹോട്ട് ഡോഗ് ആണിത്. ഒരു സോസേജ് പോലെ തന്നെ നമ്മൾ മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്യും. അപ്പം അത് അതാണ് പൊറോട്ടയുടെ കൂടെ കഴിക്കുന്നത്. പറഞ്ഞ പോലെ ഞാൻ 2 സോസ് ഉണ്ട്. ആ സോസും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യും കേട്ടോ. അത് ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി. അത് ഞാൻ ആഡ് ചെയ്യും. ഒരു തണ്ടൂരി ഡിപ്പും ഒരു കെച്ചപ്പും. പിന്നെ നാളെ ഉച്ചക്കത്തേക്ക് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇങ്ങനെ കാണിക്കുമ്പോൾ തിരിഞ്ഞു പോകുമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ചോറ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പം അല്ല, ഇത് നാട്ടിലല്ല, സോറി, ഇത് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇവിടുന്ന് വാങ്ങിച്ചൊരു ബോക്സ്. നാട്ടിൽ നിന്ന് ഒത്തിരി ഡിജോയുടെ മമ്മിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ടിന്ന്. അപ്പം ഇത് ചോറ്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയൊരു കൊഞ്ച് പിക്കിളാണേ. ഇതിൻ്റെ ഒരു വലിയ കഥ എനിക്ക് പറയാനുണ്ട്. എനിക്കിതൊരു സമയം കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പം അതാണിത്, കൊഞ്ച് പിക്കിള്. ഞാൻ ഇത് ഉണ്ടാക്കിയ കഥ. പിന്നെ ഇതൊരു മിക്സഡ് പിക്കിൾ വാങ്ങിച്ച് ഞാൻ ഇന്ന് ഉച്ചയ്ക്കാണിത് പൊട്ടിച്ച് നോക്കിയോ. അടിപൊളി, സൂപ്പർ ടേസ്റ്റ്. അപ്പം ഇതിനകത്ത് മാംഗോ, ക്യാരറ്റ്, ലെമണ്, ചില നല്ല
റെസ്റ്റോറൻറ്റ്സിനൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്തൊക്കെയോ ഈ മുളകിൻ്റെ പ്രത്യേക ഒരു അരിയൊക്കെ ഉണ്ട്, എനിക്കറിയത്തില്ല എന്തോ മുളക് അത്, അതിനകത്തുനിന്ന് വരുന്ന ടൈപ്പ് ഒരു അരിയൊക്കെ ഇട്ട് ഉള്ള സംഭവമാണ്, മുളകും കാര്യങ്ങളൊക്കെ ഇട്ട്. പിന്നെ ഇത് തൈരാണേ, തൈര്. പിന്നെ അവിടെ ചമ്മന്തിപ്പൊടിയുണ്ട്. പിന്നെ ഉള്ളത് സാമ്പാർ. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഭയങ്കര ക്രീമി ആയിട്ടിരിക്കുന്ന ഒത്തിരി ദാൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എന്താണ്, ഭയങ്കര തിക്കായിട്ടുള്ള സാമ്പാറാണ്. അപ്പം അതാണിത്. അപ്പം ഇത് ഇത്രയാണ് ഉച്ചയ്ക്ക്. പിന്നെ ചമ്മന്തിപ്പൊടി അത് ഡിജോയുടെ മമ്മി കൊടുത്തയച്ചതാണ്. അപ്പം അത് ഓൾറെഡി ഡിജോ കുറച്ച് അവിടെ വാങ്ങിച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കുപ്പിക്കകത്ത്. ഇവിടെയും കുറച്ചുണ്ട് കേട്ടോ, ഇവിടെയും കുറച്ചുണ്ട്. ഇതുവരെ തീർന്നിട്ടില്ല, ഇതിപ്പം ലാസ്റ്റായി. ഇപ്പം ഇത്രയും കൂടെ ഉള്ളൂ. ഞാൻ വല്ലപ്പോഴൊക്കെ എടുക്കത്തുള്ളൂ, ഡിജോയ്ക്ക് കൊടുത്തിടും. ഡിജോ പറഞ്ഞിട്ട് അല്ല, ഡിജോ പറഞ്ഞൊന്നുമല്ല, മമ്മി അല്ലാതെ തന്നെ ഉണ്ടാക്കിയതാണ്, ഉണ്ടാക്കി കൊടുത്തുവിട്ടാണ് കേട്ടോ. പിന്നെ ആക്ച്വലി മമ്മി ആ സമയത്ത് ചിക്കൻ അച്ചാർ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് വെയിറ്റ് ഒക്കെ കൂടുതൽ കാരണം കൊണ്ടുവരാൻ പറ്റിയില്ല. അത് ഭയങ്കര ഇതായിപ്പോയി, ഒരു സങ്കടമുണ്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ ഒത്തിരി സാധനങ്ങൾ, എനിക്ക് വേണ്ട സാധനങ്ങൾ ഒത്തിരി സാധനങ്ങൾ മാറ്റി. അമ്മയുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഓൾറെഡി കൊണ്ടുവരാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കുറേ സാധനം എൻ്റേത് മാറ്റി. അങ്ങനെ മമ്മി കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ വെച്ചു, പിന്നെ കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി വാങ്ങിച്ചു പുതിയ സാധനങ്ങൾ, അതൊക്കെ വരെ നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ അതാണിത്. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് സോസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്, അപ്പം പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഒന്ന് എടുക്കട്ടെ. ഇവിടെ നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം, എനിക്ക് ആക്ച്വലി വിയർക്കുന്നുണ്ട്. ഇനി നമ്മൾ പെട്ടെന്ന് കുളിച്ചിട്ട് പോയി കിടന്നുറങ്ങും. അപ്പം ഞാൻ കുറച്ച് സോസ് ഇതിനകത്ത് തന്നെ ഈ രണ്ട് സൈഡിലായിട്ട് ഈ ഒരു സോസേജിൻ്റെ കൂടെ തന്നെ ഞാനങ്ങ് ഒഴിക്കുവാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ രാവിലെ എഴുന്നേക്കാതെ ഫുഡ് ഉണ്ടാക്കിയെല്ലാം വെച്ച് ഈ കവറിനകത്താക്കി വെക്കും. രാവിലെ എഴുന്നേൽക്കുന്ന പരിപാടിയില്ല. അത് പണ്ട് നമ്മൾ ചെയ്യാറില്ല, ഇപ്പോഴും ചെയ്യാറില്ല. പക്ഷെ ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്. പക്ഷെ ഇതുവരെ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്ന പരിപാടിയാണ്. ആക്ച്വലി ഉറങ്ങുമ്പോൾ ആ ഒരു രാത്രി ഉറങ്ങുന്ന ടൈം കുക്കി ഉറങ്ങും. ആ ഒരു സമയം മാത്രമേ എനിക്കും കുറച്ച് ഫ്രീ ആയിട്ട് ചുമ്മാതെ എന്തെങ്കിലും വീഡിയോസ്, എന്തെങ്കിലും എൻ്റെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി സമയത്തെല്ലാം ഇവളുടെ കൂടെ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ. ഇല്ലെങ്കിൽ നമ്മളൊന്ന് കണ്ണ് തെറ്റിയാൽ എപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ്സ് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഇത്രയൊക്കെയാണ് ഡിജോയ്ക്ക് നാളെ കഴിക്കാനുള്ളത്. പിന്നെ എൻ്റെ കൂടെ ഞാൻ ബിസ്ക്കറ്റും കൂടെ ഇടയ്ക്ക് വിശക്കുമ്പോൾ കഴിയാൻ വേണ്ടി വെക്കും കേട്ടോ. ഇതാണ് എന്താണ് ഇതിൻ്റെ ബിസ്ക്കറ്റ്, ഉപ്പ് ബിസ്ക്കറ്റ്. അപ്പം ഈ കവറിനകത്താക്കി നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഈ ഇത് മാത്രം, കാസറോൾ മാത്രം പുറത്ത് വെക്കും. അത് ഒരു ദിവസം ഇതുപോലെ ഞാൻ എന്തോ ഗോതമ്പ് ദോശ അത് ഉണ്ടാക്കിയിട്ട് ഡിജോ എടുക്കാൻ മറന്നുപോയി ഇവിടുന്ന്. രാത്രി ഞാൻ അത് കഴിച്ചോളാന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അതിന് ശേഷമുള്ള ദിവസങ്ങളെല്ലാം ഞാൻ ഈ ഫ്രിഡ്ജിൽ നിന്ന് ഈ കവർ എടുക്കും. അപ്പം ആ ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ തന്നെ താഴെ ഞാനൊരു ടിന്നിൻ്റെ മുകളിൽ വെക്കും. ഇതുപോലൊരു ടിന്നിൻ്റെ മുകളിൽ വെക്കും ഈ കാസറോൾ, താഴെ ഫ്രിഡ്ജിൻ്റെ താഴെ, മറന്നു പോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇന്നലെ എനിക്കത് വെക്കാൻ പറ്റിയില്ല. താഴെ വെക്കുമ്പോഴത്തേക്കും ഇവള് താഴെ ഉണ്ടെങ്കിൽ അത് തുറക്കും. അപ്പോൾ ഓരോ ദിവസം ഞാൻ ഇതുപോലെ താഴെ വെച്ചപ്പോഴത്തേക്കും അവൾ ഇതുപോലെ, ഞാൻ എന്തോ അപ്പുറത്തെ റൂമിലോട്ട് എന്തോ ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ജസ്റ്റ് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ അപ്പം ഇവള് വന്നിട്ട് അത് തുറന്നു. അതെന്തോ പിടിക്കുന്നതിനെ കണ്ട് 2 വട്ടം ഞാൻ വന്ന് അടച്ചു. പക്ഷെ ഞാൻ കാണാതെ ഒരു വട്ടം അവൾ തുറന്നു. അപ്പം ഡിജോ അത് വന്ന് എടുത്തപ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ സ്ലിപ്പായി താഴെ എന്തോ വീണു. അപ്പം അങ്ങനെ എന്തൊരു സംഭവം വന്നു. പിന്നെ ഇന്നലെ അപ്പം ഏറ്റവും ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ ഞാൻ മറന്നുപോയി. അപ്പോൾ എപ്പോഴും ഡിജോ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എഴുന്നേൽക്കും കേട്ടോ. എനിക്കത് ഞാനപ്പോൾ ഉണരും അലാറമൊക്കെ കേട്ട്. അപ്പം ഞാൻ ഇന്നലെ വെക്കാൻ മറന്നുപോയി. അങ്ങനെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞത് 4 മണിക്ക് വെളുപ്പിനെ ഞാൻ വെച്ചിട്ടില്ല. അതുകൊണ്ട് മറക്കല്ലേ, എടുക്കണേ എന്ന് ഞാൻ പറഞ്ഞു.
ഈ കാസറോളിൽ ഇരിക്കുന്ന സാധനം പൊറോട്ട. അപ്പം ഇതൊക്കെയാണ് ചോറ്. അതിനകത്ത് ലഞ്ച് എന്താണ് പ്രോൺസ് പിക്കിള്, പിന്നെ ഇതെന്തുവാണ് മിക്സഡ് പിക്കിള്, ചമ്മന്തിപ്പൊടി അവിടെ ഉണ്ട്, തൈര്, സാമ്പാർ. രാവിലത്തെ സോസും വെച്ചു, പൊറോട്ട. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഇത് മെമ്മറി തീർന്ന് കട്ടായിപ്പോയി ഗൈസ്. അപ്പം വേണ്ട, അപ്പോൾ ഇതിങ്ങനെ ഞാൻ പാക്കറ്റിനകത്താക്കി ഫ്രിഡ്ജിൽ വെക്കുവാണ്. വേണ്ട ഇതുപോലെ ഒരു കൈ കൊണ്ടിപ്പം വീഴാതെ ഞാൻ വെക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചു. അപ്പം ഡിജോ വന്നിട്ട് അതുപോലെ എടുത്തുകൊണ്ട് പോകും. പിന്നെ ഇതുപോലെ ഞാൻ ഫ്രിഡ്ജിൻ്റെ അടുത്ത് ഈ ടിന്നിൻ്റെ മുകളിൽ ഈ പൊറോട്ടയും ബിസ്ക്കറ്റും ഇങ്ങനെ വെക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ റുട്ടീൻ. ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ.